വിവാഹ ഡോക്യുമെന്ററി സംബന്ധിച്ച് ധനുഷിനെതിരായി നയൻതാര നടത്തിയ വെളിപ്പെടുത്തൽ നിയമയുദ്ധത്തിലേക്ക് നീങ്ങുന്നു. പകർപ്പവകാശത്തിന് 10 കോടി രൂപ ധനുഷ് ആവശ്യപ്പെട്ടു എന്ന് നയൻതാര ആരോപിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി ധനുഷിന്റെ അഭിഭാഷകൻ രംഗത്തെത്തി. നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹ ഡോക്യുമെന്ററിയിൽ നിന്ന് വിവാദ ഭാഗം നീക്കം ചെയ്യണമെന്ന് ധനുഷിന്റെ അഭിഭാഷകൻ പറഞ്ഞു. നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെൽ എന്ന ഡോക്യുമെന്ററിയിൽ നിന്ന് പ്രസ്തുത ഉള്ളടക്കം 24 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നാണ് ധനുഷിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്റെ ക്ലയന്റ് സിനിമയുടെ നിർമ്മാതാവാണ്. സിനിമയുടെ നിർമ്മാണത്തിനായി ഓരോ രൂപയും എവിടെയാണ് ചിലവഴിച്ചതെന്ന് അവർക്കറിയാം. ധനുഷിന്റെ അഭിഭാഷകൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: 24 മണിക്കൂറിനുള്ളിൽ ഉള്ളടക്കം നീക്കം ചെയ്തില്ലെങ്കിൽ നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യക്കുമെതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടികൾ ആരംഭിക്കാൻ ധനുഷ് നിർബന്ധിതനാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. BTS ഫുട്ടേജിന്റെ ഉടമസ്ഥാവകാശം അത് ചിത്രീകരിച്ച വ്യക്തിക്ക് അവകാശപ്പെട്ടതിനാൽ എതിർകക്ഷിയുടെ വാദം അവ്യക്തമാണെന്നും ധനുഷിന്റെ നിയമപ്രതിനിധി വ്യക്തമാക്കി. ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ ധനുഷിന് ക്ലിപ്പിന്റെ ശരിയായ ഉടമസ്ഥാവകാശമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശനിയാഴ്ചയാണ് പകർപ്പവകാശ ലംഘനം ആരോപിച്ച് ഡോക്യുമെന്ററി ധനുഷ് തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് നയൻതാര രംഗത്തെത്തിയത്. ഡോക്യുമെന്ററിയിൽ ഞാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താൻ തന്റെ ടീം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തേടിയിരുന്നു. എന്നാൽ 3 സെക്കൻഡ് മാത്രമുള്ള വീഡിയോയ്ക്ക് 10 കോടി രൂപ ആവശ്യപ്പെട്ട് NOC നൽകാതെ ധനുഷ് വൈകിപ്പിച്ചു എന്നുമാണ് നയൻതാര ആരോപിച്ചത്. പിന്നീട് സിനിമയിലെ BTS വീഡിയോ ആണ് ഉപയോഗിച്ചത് എന്നും നയൻതാര പറഞ്ഞിരുന്നു. ഈ BTS വീഡിയോയ്ക്കെതിരെയാണ് ഇപ്പോൾ ധനുഷിന്റെ അഭിഭാഷകൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷമുള്ള നിങ്ങളുടെ നിയമപരമായ അറിയിപ്പ് അതിലും ഞെട്ടിക്കുന്നതാണ്. ഞങ്ങളുടെ സ്വകാര്യതയിൽ ചിത്രീകരിച്ച ചില വീഡിയോകളുടെ ഉപയോഗത്തെ നിങ്ങൾ ചോദ്യം ചെയ്ത ആ വരികൾ വായിച്ച് ഞങ്ങൾ ഞെട്ടിപ്പോയി. സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട BTS വിഷ്വലുകൾക്ക് പോലും 10 കോടി രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു എന്നും നയൻതാര പറഞ്ഞു. ഓഡിയോ ലോഞ്ചുകളിൽ കാണുന്നതിന്റെ പകുതിയെങ്കിലും ആത്മാർത്ഥത വ്യക്തിജീവിതത്തിൽ പിന്തുടർന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രസംഗിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണാനില്ല എന്നുമായിരുന്നു നയൻതാര പറഞ്ഞിരുന്നത്. ഒരു നിർമ്മാതാവ് സെറ്റിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതം, സ്വാതന്ത്ര്യം എന്നിവ നിയന്ത്രിക്കുന്ന ചക്രവർത്തിയാകുമോ എന്നും നയൻതാര ചോദിച്ചിരുന്നു.